മിഥുൻ വിജയകുമാർ, നിങ്ങൾ ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിട്ട് പറയുന്നതാണോ, അതോ ഒരു സമുദായങ്ങളെ ആകെ, ന്യൂനപക്ഷ സമുദായങ്ങളെ ആകെ അങ്ങ് ഭീഷണിപ്പെടുത്തി കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണോ ഈ ഏകീകൃത സിവിൽ കോഡ്? ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും ഒരു ഹിന്ദു സമുദായത്തിൽ തന്നെ 100% ജാതിയും അതിനൊക്കെ അതനുസരിച്ചുള്ള ആചാരങ്ങളും അതിൻ്റെ രീതിയും ഉള്ള ഒരു രാജ്യത്ത് നിങ്ങൾ ഏത് രീതിയിൽ ഇതിന് ഏകീകൃത സ്വഭാവം കൊണ്ടുവരും എന്നാണ് പറയുന്നത്? ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ മലയോര മേഖലയിൽ, ഒറീസയിലാണെങ്കിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലാണെങ്കിലും എല്ലാം അവിടുത്തെ ട്രൈബലുകളുടെ ആചാരങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ തന്നെ അങ്ങേയറ്റം വ്യത്യസ്തമായ രീതിയാണ്. അവർ ശൈശവ വിവാഹം തൊട്ട് ഓരോ കാര്യങ്ങളിലും അവർ വ്യത്യസ്തരാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ എന്ത് സിവിൽ കോഡ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്? അതോ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏകീകൃത സിവിൽ നിയമം ആണോ? ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടോ എന്നതാണ് താങ്കളുടെ ചോദ്യം. ഇതിനെക്കുറിച്ച് ധാരണയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നിയമമല്ല. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ കാലഘട്ടം മുതൽക്ക്, ഇപ്പം നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ജവഹർലാൽ നെഹ്റു ആണെങ്കിലും BR അംബേദ്കർ ആണെങ്കിലും ഒക്കെ തന്നെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിച്ച പല കോടതി വിധികളും, ഷാബാനോ കേസിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചല്ലോ. ഷാബാനോ കേസിൽ ആദ്യം തന്നെ സുപ്രീം കോടതി വിധി വന്നതിനെ പിന്നീട് രാജീവ് ഗാന്ധി നിയമം നടപ്പിലാക്കിയിട്ട് അട്ടിമറിക്കുകയായിരുന്നു. അപ്പോൾ ആ വിധിയെ അട്ടിമറിച്ചത് രാഷ്ട്രീയ താല്പര്യങ്ങളാലാണ്. പക്ഷേ ഏകീകൃത സ്വഭാവമുള്ള ഒരു നിയമം, ഇവിടെ ഒരു സിവിൽ കോഡ് വേണമെന്നത് സുപ്രീം കോടതി വിധികളാണെങ്കിലും പല നിയമവിദഗ്ധരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന നേതാക്കളാണെങ്കിലും BJPക്ക് മുമ്പ് വന്ന പല സർക്കാരിലെ നേതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ BJP അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പുഷ് ചെയ്യുന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഇത്രയും വലിയ വിവാദം നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഒരു മോഡേണൈസ്ഡ് സൊസൈറ്റിയായി നമ്മൾ മാറുമ്പം പല ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്നൊരു ഒരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് നടപ്പിലാക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ, ഇവിടെ അതിനൊരു പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ്സിനെ എല്ലാം തന്നെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് അതിലെ മതപരമായ വിഷയങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവിടെ ചില പാർട്ടികൾക്ക് എന്താ പറയുക, ഈ മൈനോറിറ്റി സപ്പോർട്ട് അല്ലെങ്കിൽ മൈനോറിറ്റി അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് അത് ആവശ്യമാണ്, അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വൈവിധ്യമുള്ള ഏതെങ്കിലും ഒരു രാജ്യം ലോകത്ത് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും ജീവിത രീതിയും ഉള്ള ഒരു രാജ്യം, ഇപ്പോൾ വേറെ ഏത് രാജ്യം എടുത്തു നോക്കിയാലും അതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനത്തെ ഒരു രാജ്യമല്ല. ഇതിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യമാണ്, അതിൻ്റെ മനോഹാരിത എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ ആൾക്കാരാണ് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ടാണ് അവർ ഈ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും അതിൽ തൊടാതെ അത് മാറ്റിവെച്ച് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവൻ്റെ മതസ്വാതന്ത്ര്യത്തെയും ബഹുമാനിച്ചു കൊണ്ടുപോയത്. ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു വികാരമല്ല. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ അവരിത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് മാറ്റിവെച്ചത് അവർ മണ്ടന്മാരായതുകൊണ്ടല്ല, അവർക്ക് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ്. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഇത് ആചാരപരമായോ വിശ്വാസപരമായോ ഉള്ള കാര്യങ്ങളിലേക്കുള്ളൊരു കടന്നുകയറ്റമല്ല UCC. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് ഇൻഹെറിറ്റൻസും ഡിവോഴ്സ് നിയമങ്ങളും ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് UCCയുടെ ഒരു പെർവ്യൂവിൽ വരുന്നത്. ശ്രീ അനിൽകുമാർ, ഇതാണ് അവരുടെ വാദം. അതായത് ചില ആചാരങ്ങളിൽ കടന്നു കയറില്ല, പക്ഷേ ചില ആചാരങ്ങളും ചില വിശ്വാസങ്ങളും. ഞാനൊന്ന് പറയട്ടെ, ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. പറയൂ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് താങ്കൾ കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുമോ? ഇത്രയും എന്തിനാ ബുദ്ധിമുട്ടുന്നത്? താങ്കൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഇന്ത്യ ഒരു വലിയ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഇത്രയും ആളുകൾ ജീവിക്കുന്നു, പല സംസ്കാരങ്ങളുണ്ട്. ശരിയാണ്, ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ എല്ലാ വിധത്തിലും നിങ്ങൾക്കൊരു കോമൺ അംബ്രല്ലയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ നമുക്കിത് ക്രിമിനൽ നിയമത്തിൽ സാധിച്ചു, കോൺട്രാക്ച്വൽ നിയമങ്ങളിൽ സാധിച്ചു, പ്രോപ്പർട്ടി നിയമങ്ങളുടെ ഒരു അറ്റം വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർട്ടിയും ഈ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസ് ലോയും കൂടെ കൂടിക്കലർന്ന് കിടക്കുന്നത് കൊണ്ട് അതിപ്പം UCCന്റെ പെർവ്യൂവിൽ അതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിമിനൽ നിയമത്തിൽ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് സിവിൽ ലോയിൽ അത് നടപ്പിലാക്കിക്കൂടാ? കാരണം ഇവിടെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ ഇത്രയധികം സംസാരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയം വരുമ്പോൾ മാത്രം അവർ മറ്റൊരു പൊസിഷൻ എടുക്കുന്നത്? ഇവിടെ സ്ത്രീകൾക്ക് സമത്വം വേണം എന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത് ഇവിടെ മതപരമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കപ്പെടണം, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ ഈ ചില മതങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊരു ബാക്ക് സീറ്റാണ് കിട്ടുന്നത്.
അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയമം പ്രപ്പോസ് ചെയ്യുമ്പം അതിനെ എതിർക്കുകയാണോ വേണ്ടത്? പിന്നെ ട്രൈബൽ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, ശരിയാണ്. ട്രൈബൽ വിഷയങ്ങളിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ എനിക്ക് ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പോക്സോ നിയമം, അത് വളരെ ഇല്ലോജിക്കലായി തോന്നി. കാരണം ഒരു രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഏത് കോർണറിൽ, ഏത് മലമുകൾ മുതൽക്ക് ഏത് സിറ്റിയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും ഒരേപോലെ നടപ്പിലാക്കണം. മലമുകളിൽ താമസിക്കുന്നവന് പ്രായം കുറഞ്ഞ ആളെ വിവാഹം ചെയ്യാം എന്നതൊരു സ്വാതന്ത്ര്യമായിട്ടാണോ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു യൂണിഫോമിറ്റി വരണം എന്നത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ആവശ്യമായി മാറുമ്പോഴാണ് നമുക്ക് UCC എത്രയും അനിവാര്യമാണ് എന്ന് തോന്നുന്നത്.